ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും രണ്ട് ചാപ്റ്റേഴ്സും കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്ററാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ദി മോസ്റ്റ് യൂസ്ഫുൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം സാരീസ്. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ ഏറ്റവും യൂസ് ചെയ്യണ രണ്ട് ഡിസ്ട്രിബ്യൂഷനായിരുന്നു ബൈനോമിയലും പോസോണും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി മോസ്റ്റ് യൂസ്ഫുൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ കണ്ടിന്യൂസ് വേരിയബിൾസ്. നമ്മുടെ ഡാറ്റ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ കണ്ടിന്യൂസ് വേരിയബിൾസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മെനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൺസേണിങ് ബിസിനസ് ആൻഡ് ഇക്കണോമിക് പ്രോബ്ലംസ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഇൻ ദ ഫോം ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് ബിസിനസ്സിലും ഇക്കണോമിക് പ്രോബ്ലംസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. Okay, it is first discovered by D. Moore in 1733 as a limiting form of binomial distribution. D. Moore 1733 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. Fundamental importance of normal distribution is that population seem to follow approximately a pattern of distribution as described by normal distribution. Numerous phenomena such as age distribution of a given species of animals, height of person, intelligence score of school children and many other distribution are considered to be normally distributed. നമുക്കറിയാം, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഹൈറ്റ് ഉണ്ടാവും, പല കുട്ടികളുടെയും ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഹൈറ്റ് വേരി ചെയ്യും അല്ലേ, ഒരു 5 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെയുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ 5 മുതൽ 5 വരെയുള്ള എത്ര കുട്ടികളുണ്ട്, 5 മുതൽ 10 വരെയുള്ള എത്ര കുട്ടികളുണ്ട്, 5 മുതൽ 6 അടി ഹൈറ്റുള്ള എത്ര കുട്ടികളുണ്ട്. അതുപോലെ ഏജ്, നമ്മളൊരു കോളേജിലാണെങ്കിൽ 18 വയസ്സ് മുതൽ 18 വയസ്സിൻ്റെ 19 വയസ്സിൻ്റെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാം, 19ൻ്റെ 20ൻ്റെ ഇടയിൽ. അങ്ങനെ നമുക്ക് യൂഷ്വലി നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് കണ്ടിന്യൂസ് വേരിയബിൾസ് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ കർവ്, അതായത് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ മേലെ കണ്ടില്ലേ, ഇതുപോലെ ഒരു ബെൽ ഷേപ്ഡ് കർവാണ് നമ്മുടെ നോർമൽ കർവ് ഉണ്ടാവുക. അത് ഇൻഫിനിറ്റിയാണ്. ലെഫ്റ്റ് എൻഡിൽ മൈനസ് ഇൻഫിനിറ്റി, റൈറ്റ് എൻഡിൽ പോസിറ്റീവ് ഇൻഫിനിറ്റിയാണ്. ആ കർവിൻ്റെ ആ ലൈൻ ഒരിക്കലും ആ ബേസ് ലൈനിൽ ടച്ച് ചെയ്യില്ല. പിന്നെ ഈ കർവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ നടുവിലാണ് മീൻ ഉണ്ടായിരിക്കുക. മീനും മീഡിയനും മോഡും ഒക്കെ ആ നടുവിലത്തെ പോയിന്റിലാണ്. അതാണ് അതിൻ്റെ ഹയ്യസ്റ്റ് പോയിന്റ് ആ ഗ്രാഫിൻ്റെ. വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡ് 0.5ഉം റൈറ്റ് സൈഡും 0.5 ആണ്. ഓക്കെ, ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് രണ്ട് സൈഡും. അപ്പോൾ ഈ ഒരു കർവിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിനി പഠിക്കാൻ പോണത്. നോർമൽ കർവ് ഇസ് എ കണ്ടിന്യൂസ് കർവ്. ഇത് നമ്മൾ എന്ത് കർവ് എന്നാണ് പറയുക, കണ്ടിന്യൂസ് കർവാണ്. ഇറ്റ് ഈസ് ബെൽ ഷേപ്ഡ്, നമുക്ക് കണ്ടറിയാം ബെൽ ഷേപ്പാണ്. നോർമൽ കർവ് സിമെട്രിക് അബൌട്ട് ദി ബീൻ, ഒരു സിമെട്രിക്കൽ ഷേപ്പാണ് ആ എന്തിനുള്ളത്, കർവിനുള്ളത്. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും മീഡിയനും മോഡൊക്കെ എന്താണ്, സെയിം ആണ്. അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ നോർമൽ കർവ് ഈസ് എറ്റ്സ് മാക്സിമം അറ്റ് ദി മീൻ. ആ മീനിലാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഉണ്ടാവുക ആ കർവിന്. നമുക്ക് ആ ബെൽ ഷേപ്പ് കാണുമ്പോൾ കണ്ടില്ലേ നടുവിൽ, ആ നടുവിലത്തെ പോയിൻ്റ് തന്നെയാണ് അതിൻ്റെ മീനും. ദർ ഇസ് ഓൺലി വൺ മാക്സിമം പോയിൻറ്റ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ദി മീൻ. ആ മാക്സിമം പോയിൻ്റ്, ആ കർവിന് ഒരൊറ്റ പോയിൻ്റ് ഉള്ളൂ, അതെവിടെയാണ് ഉണ്ടാവുക, അത് മീനിലാണ് ഉണ്ടാവുക. ദി ഓർഡിനേറ്റ് അറ്റ് മീൻ ഡിവൈഡ് ദി ഹോൾ ഏരിയ ഇൻറ്റു 2. ആ മീൻ ആ കർവിനെ രണ്ടായിട്ട് തരംതിരിക്കും. ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് 0.5, റൈറ്റ് സൈഡ് 0.5, രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1. ദ കർവ് ഈസ് എസിംപ്റ്റോട്ടിക്, അതായത് ഇറ്റ് നെവർ ടച്ചസ് ദി ബേസ് ലൈൻ. എസിംപ്റ്റോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവിൻ്റെ ലൈൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബേസ് ലൈനിൽ ടച്ച് ചെയ്യില്ല. ഇറ്റ് ഈസ് യൂണിമോഡ്, ഒരൊറ്റ മോഡേ ഉള്ളൂ. Q1 ആൻഡ് Q3 ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മോഡ്. ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും ഈ മോഡിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് പി ബ്രാക്കറ്റിലെ മൈനസ് സെഡ് ലൈസ് ബിറ്റ്വീൻ -1.78 ആൻഡ് 1.78. ഓക്കെ, ഇതിങ്ങനെ വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെഡ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്, അത് ലൈ ചെയ്യണത് -1.78ൻ്റെയും +1.78ൻ്റെയാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, പി ഓഫ് സെഡ് ലൈസ് ബിറ്റ്വീൻ 1.52 ആൻഡ് 2.01.
സെഡ് ഇതിൻ്റെ ഇടയിൽ 1.52ൻ്റെയും 2.01ൻ്റെ ഇടയിൽ സെഡ് ഉള്ളത്. അങ്ങനെ 3, 4, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? ഞാൻ അന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കണം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ പേജ് 12 ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ 1.78 നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ 1.78 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടേബിളിൽ 1.7 എടുക്കുക. അതിൻ്റെ 1.7ൻ്റെ നേരെ 0.8 വരുന്ന സ്ഥലം, 1.7ൻ്റെ നേരെ 0.8 വരുന്ന സ്ഥലം എത്ര വാല്യൂ? 0.4625 അല്ലേ? 0.4625. ഈ ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടേബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടേബിൾ നിർബന്ധമായിട്ട് നിങ്ങൾ മേടിച്ച് കയ്യിൽ വെക്കണം. അപ്പോൾ ഇതിലിങ്ങനെ ഓരോന്നും നോക്കിയിട്ട് 1.93 പറയുമ്പോൾ 1.9 എടുക്കുക, 0.3 എടുക്കുക, അങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരത്തെ -1.78 തന്നിട്ടുണ്ട്, +1.78 തന്നിട്ടുണ്ട് വിചാരിക്കൂ. മൈനസ് ആണെങ്കിലും ഈ ടേബിളിൽ മൈനസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റില്ല, സൈൻ കാണാൻ പറ്റില്ല. -1.78 ആണെങ്കിൽ നമ്മൾ ഈ ടേബിളിൽ 1.78 കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. +1.78 ആയാലും സെയിം ആണ്. ഈ ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് എഴുതിയേക്കുന്നത് എന്താ നോക്കി നോട്ട്. ഏരിയ ആർ ഈക്വൽ ഫോർ സെയിം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിലും പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിലും ഏരിയ ഒക്കെ എന്താണ്? സെയിം ആണ്. ആദ്യത്തെ എക്സാമ്പിൾ എഴുതിയിട്ട് 1 ഏരിയ ഫ്രം Z to 0, Z to 2.48. Z മുതൽ 2.48 വരെയുള്ള വാല്യൂ, അതായത് 2.48 ഈ ടേബിൾ നോക്കിയിട്ട് വാല്യൂ എത്ര വരിക? 2.4 0.8 വരിക 0.4934. അപ്പോൾ ഏരിയ ഫോർ സെറ്റ് -2.48ൻ്റെയും +2.48ൻ്റെയും രണ്ടിൻ്റെയും വാല്യൂ എന്ത് തന്നെയാണ്? 0.4934 ആണ്. അതായത് മൈനസ് ചിഹ്നം നമ്മൾ ക്വസ്റ്റ്യനിൽ മാത്രമേ ഇടുള്ളൂ, ടേബിൾ നോക്കുമ്പോൾ മൈനസ് നിങ്ങൾ നോക്കണ്ടെന്നർത്ഥം. ഓക്കെ, ഇതാണ് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഉണ്ടാവുക. ഇത് ബുക്ക് സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുക. ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾ ഈ കർവ് വരയ്ക്കണം. എന്നിട്ട് അതിൽ വാല്യൂസ് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. 0.5 ഈ സൈഡും അപ്പുറത്തെ സൈഡ് 0.5ഉം. ആ കർവ് ഒരിക്കലും എന്ത് ടച്ച് ചെയ്യില്ല? ബേസ് ലൈനിൽ ടച്ച് ചെയ്യില്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ P ലൈസ്, അതായത് പ്രോബബിലിറ്റി P ഓഫ് Z ലൈസ് ബിറ്റ്വീൻ -1.78 ആൻഡ് 1.78. ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് വേണം വെച്ചാൽ ഒരു കർവ് വരയ്ക്കണം. ഓക്കെ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കുക. മൈനസ് എന്നിട്ട് നടുവിലത്തെ പോയിന്റ് നിങ്ങൾ അതിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോമ്പസും സാധനവും പ്രൊട്രാക്ടറും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ കൈകൊണ്ട് ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു കർവ് വരയ്ക്കുക. എന്നിട്ട് നടുവിലത്തെ പോയിന്റിന് നടുവിൽ ഒരു ലൈൻ വരയ്ക്കുമല്ലോ, മീൻ ലൈൻ, അത് നമ്മൾ 0 എന്ന് വാല്യൂ കൊടുക്കുക. ഓക്കെ, നമ്മൾ സെഡാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. എന്നിട്ട് -1.78 എന്ന് പറഞ്ഞാൽ ഈ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. ഞാൻ മാർക്ക് ചെയ്തത് -1.78 +1.78 എന്ന് പറഞ്ഞാൽ കർവിൻ്റെ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സെഡ് ഏതിൻ്റെ ഇടയിലാണ് എടുക്കുന്നത്? -1.78ൻ്റെയും +1.78ൻ്റെ ഇടയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ പോർഷനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ പോർഷനിൽ എത്ര വാല്യൂ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പോർഷനൊക്കെ നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടേബിളിലേക്ക് പോകുക. നിങ്ങളുടെ കയ്യിൽ ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിൾ 1.78 -1.78ൻ്റെ വാല്യൂ എത്രയാണ്? 0.4625 +1.78ൻ്റെ വാല്യൂ എത്രയാണ്? 0.4625. രണ്ടും സെയിം വാല്യൂ ആണ്. അത് രണ്ടും ഞാൻ ആ കർവിൻ്റെ മേലെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 0.4625 0.4625. ഇനി ഇത് രണ്ടും കൂടിയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസും പ്ലസ് ചെയ്യണം. അപ്പോൾ 0.925 ആണ് ആ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളോട് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ എത്രയാണ്? 0.925. രണ്ടാമത്തെ ചോദ്യം P ഓഫ് സെഡ് ലൈസ് ബിറ്റ്വീൻ 1.52 ആൻഡ് 2.01. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ്. പോസിറ്റീവ് വാല്യൂസ് ആകുമ്പോൾ എപ്പോഴും ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാത്രമേ പോവുള്ളൂ അല്ലേ. അപ്പോൾ 0 എന്ന് മാർക്ക് ചെയ്തു. ആദ്യം 1.52 ആണ് വരിക, അത് കഴിഞ്ഞിട്ടല്ലേ 2.01 വരിക. അങ്ങനെ വലിയ വലിയ നമ്പേഴ്സ് ആ അറ്റത്തേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1.52 എന്ന് ഞാൻ വെറുതെ സ്ഥലത്ത് മാർക്ക് ചെയ്തു. അതേപോലെ 2.01 എന്ന് മാർക്ക് ചെയ്തു. ഇനി ഏത് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ടിൻ്റെയും ഇടയിലാണ് സെഡ് കിടക്കുന്നത്. 1.52ൻ്റെയും 2.01ൻ്റെ ഇടയിലാണ് സെഡ് ലൈ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ആ പോർഷൻ ഞാൻ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ടേബിൾ എടുത്തിട്ട് ആദ്യം നോക്കേണ്ടത് 1.52ൻ്റെ വാല്യൂ എത്രയും നോക്കി ടേബിളിൽ. അപ്പോൾ 0.4357 എന്ന് കിട്ടി. ആ വാല്യൂ ഞാൻ എവിടെ എഴുതി? ആ ഗ്രാഫിൻ്റെ മേൽഭാഗത്ത് 1.52ൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ, 0.4357 എഴുതി.
ഇനി ഞാൻ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക 0 മുതൽ 2.01 വരെയുള്ള വാല്യൂ ആണ്. അതായത് 2.01ൻ്റെ വാല്യൂ ടേബിളിൽ ഏരിയ എത്രയും നോക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ 0.4778. അപ്പോൾ അത് ഞാൻ ആ ഗ്രാഫിൻ്റെ താഴെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അവിടെയാണ് എഴുതിയിരിക്കുന്നത്. 0 മുതൽ 2.01 വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0.4778 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.52ൻ്റെയും 2.01ൻ്റെയും ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്യണം വേണ്ടത്. 0.4778 മൈനസ് 0.4357 അത് ചെയ്താലേ നമുക്ക് ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെഡിൻ്റെ ഏരിയ പറഞ്ഞാൽ 0.0421. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ രണ്ട് ഏരിയയും തമ്മിൽ പ്ലസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് രണ്ട് ഏരിയയും തമ്മിൽ മൈനസ് ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏരിയ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുക. അടുത്തത് പി സെറ്റ് ലൈസ് ബിറ്റ്വീൻ -1.52 ആൻഡ് -0.75. ഓക്കെ, അപ്പോൾ ഈ ചോദ്യമാകുമ്പോൾ 0 ഉണ്ടാകും ക്വസ്റ്റ്യനിൽ. എല്ലാവരും പോയിട്ട് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കോളേജിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. സിമി മിസ് പറയും ഏത് ദിവസം അത് മേടിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു സ്ഥലത്ത് 0.75 എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ സ്ഥലത്ത് 7.5 എന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്ന് നോക്കാനാണ്. വെറും 7.5 ഉള്ളൂട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തെറ്റാണ്. പി ലൈസ് ബിറ്റ്വീൻ -1.52 ആൻഡ് -0.75. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു? ബെല്ല് വരച്ചു, ആ ബെല്ലിൽ മീൻ വരച്ചു, 0 എന്ന് മാർക്ക് ചെയ്തു. ആദ്യം 0.75 അല്ലേ വരിക, അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് -0.75 എന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ മേലേക്ക് ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഏറ്റവും അറ്റത്തായിട്ട് -1.52 വരച്ചു. ഇനി നമ്മളോട് ചോദിച്ചേക്കണം ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള സെഡ് ലൈസ് ബിറ്റ്വീൻ, അതാണ് അതിൻ്റെ അർത്ഥം. 1.52ൻ്റെയും 0.75ൻ്റെ ഇടയിലാണ് സെഡ് ഉള്ളത്. അപ്പോൾ ആദ്യം -1.52ൻ്റെ വാല്യൂ ടേബിളിൽ നോക്കിയപ്പോൾ 0.4357 എന്ന് കിട്ടി. 0.75ൻ്റെ വാല്യൂ 0.2734 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് ഇടയിലത്തെ വാല്യൂ 0.1623. ആ ഷെയ്ഡഡ് പോർഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് 0.1623 ആണ്. ഇനി അടുത്ത ചോദ്യം, സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 1.8, പോസിറ്റീവ് 1.8 ആണ്. സെഡ് 1.8നേക്കാളും വലുതെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു, എന്നിട്ട് 0 മാർക്ക് ചെയ്തു. 1.8 പോസിറ്റീവാണ്, അപ്പോൾ റൈറ്റ് സൈഡിലാണ് വരിക. 1.8 എന്ന് മാർക്ക് ചെയ്തു. 1.8നേക്കാട്ടും വലുതാണ്. വലുത് പറഞ്ഞാൽ എവിടേക്കാണ് ഷെയ്ഡ് വരിക? റൈറ്റ് എൻഡിലേക്കാണ് ഷെയ്ഡ് വരിക. അപ്പോൾ 1.8ൻ്റെ ടേബിൾ വാല്യൂ നോക്കി, അതായത് 0 മുതൽ 1.8 വരെ എത്രയാണ് വാല്യൂ? 0.4641. ഓക്കെ, ഇതിൻ്റെ അർത്ഥം നമുക്ക് എപ്പോഴും 0 മുതൽ ആ വാല്യൂ വരെയുള്ള ഏരിയയാണ് ടേബിൾ നോക്കിയാൽ കിട്ടുക. അതാണ് ഞാൻ പറയണത്, 0 മുതൽ 1.8 വരെയുള്ള വാല്യൂ 0.4641. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ നമുക്കറിയാം ഈ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ എത്രയുള്ളൂ? 0.5 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 0.5 എന്ന് 0.4641 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.0359 കിട്ടും. അതാണ് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഒരെണ്ണം കൂടിയുണ്ട്, സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ -1.5. -1.5നേക്കാളും വലുതാണ് സെഡിൻ്റെ വാല്യൂസ്. അപ്പോൾ -1.5 മാർക്ക് ചെയ്തു. അതിനേക്കാളും വലുത് പറഞ്ഞാൽ ലെഫ്റ്റ് എൻഡിലേക്കാണ് ഷെയ്ഡഡ് പോർഷൻ വരിക. അപ്പോൾ -1.5ൻ്റെ ഏരിയ ടേബിൾ നോക്കിയിട്ട്, അതായത് 0 മുതൽ 1.5 വരെ 0.4332 ആണ് ഏരിയ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കാണണമെങ്കിൽ നമുക്കറിയാം ഈ സൈഡ് മുഴുവനായിട്ടും 0.5 ആണുള്ളത്. 0.5 എന്ന് 0.4332 ലെസ് ചെയ്തപ്പോൾ 0.0668 എന്നാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് ഇന്ന് ചെയ്തത്. നാളെ മുതൽ, ഇന്ന് നമ്മൾ സെഡ് വാല്യൂസാണ് കണ്ടുപിടിച്ച്, നാളെ മുതൽ എക്സ് വാല്യൂസിൻ്റെ ഇതുപോലെ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ചെയ്യാം.